അശ്വജിത് സി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വജിത് നേരത്തെ പറഞ്ഞതുപോലെ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് നാളെ എത്തേണ്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ റൂട്ട് ഒന്ന് പറയൂ അശ്വജിത്ത്. അതെ, തീർച്ചയായും പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കൊളംബോയിൽ നിന്ന് 2 ദിവസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 7-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഈ കപ്പൽ വാൻഹായ് 503 എന്ന ഈ കപ്പൽ യാത്ര തിരിക്കുന്നത്. അതിൻ്റെ സഞ്ചാരപാത ഈ വഴിയാണ്. അതായത് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം വഴി ആലപ്പുഴ തീരം, തുടർന്ന് തൃശ്ശൂർ, കൊച്ചി എന്നീ തീരങ്ങളൊക്കെ കടന്ന് കോഴിക്കോട് ഈ ഭാഗത്തായി, നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പോലെ തന്നെ ഈ ഭാഗത്തായി കൃത്യമായി പറഞ്ഞാൽ അഴീക്കൽ തുറമുഖത്ത് നിന്ന് 144 കിലോമീറ്റർ അകലെയായി അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ, ഏതാണ്ട് 78 നോട്ടിക്കൽ മൈൽ അകലെയായി അന്താരാഷ്ട്ര കപ്പൽച്ചാലിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ളത്. ഈ കപ്പൽ ലക്ഷ്യമാക്കിയത് ഏതാണ്ട് നാളെ രാവിലെയോടുകൂടി തിരിച്ച് മുംബൈയിൽ എത്താനായിരുന്നു കപ്പൽ യാത്ര തിരിച്ചത്. അതിന് യാത്രാ മധ്യയാണ് ഇപ്പോൾ അപകടമുണ്ടായിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്ന വിവരം, പൊട്ടിത്തെറി നടന്ന വിവരം കൊച്ചിയിലെ അധികൃതർക്ക്, നാവികസേന അധികൃതർക്ക് വിവരമായി ലഭിച്ചത്. നമ്മൾ മാപ്പിന്റെ സഹായത്തോടെ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ഏതാണ്ട് 144 കിലോമീറ്റർ വരുന്ന ദൂരം മാപ്പിൽ രേഖപ്പെടുത്തിയതുപോലെ തന്നെ ഈ പ്രദേശത്തായി ഈ 10 ഈ കപ്പലിലെ കണ്ടെയ്നറിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നു. തുടർന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നു.